Praise the Lord. Hallelujah. I have never translated my own words. I don't know how to do it. എൻ്റെ തന്നെ വാക്കുകൾ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. I hope everything goes well. May the Holy Spirit help us today. Hallelujah. As I was asked to share, a word was put in my heart. ഒരു ചിന്ത ദൈവം എൻ്റെ ഹൃദയത്തിലോട്ട് തന്നത് കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ്. These are the things which I've been thinking about for some time these days. I'll share three things from three passages. One is a parable, one is a real incident, and finally a truth about Jesus Christ, summing up this parable and the real incident. കർത്താവിൻ്റെ ഒരു പാരബിൾ, കർത്താവിൻ്റെ ഒരു ഉപമ, പിന്നെ കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം, നമ്മൾ ഒരു കാര്യം, പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടി ഇണക്കി കർത്താവിൻ്റെ സ്വഭാവം എന്താണെന്ന് കാണിക്കുന്നത്. ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. Okay, so let us keep your fingers on Luke chapter 18, John chapter 7 and Philippians chapter 2. ലൂക്കോസിൻ്റെ സുവിശേഷം 18, 9 മുതൽ 14, യോഹന്നാൻ്റെ സുവിശേഷം 7:53 മുതൽ 8:14 വരെ, ഫിലിപ്പിയർക്കുള്ള ലേഖനം 2:1 മുതൽ. ഇത്രയും കാര്യം കയ്യിലെടുത്ത് വെക്കുക. The first thing I want to say is from Luke chapter 18, verse 9 to 14. We all know this parable as the parable of the Pharisee and the tax collector. പരീശൻ ചുങ്കക്കാരൻ്റെയും ഉപമ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. Can we read from verse 9 to 14? നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ, രണ്ട് മനുഷ്യർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പരിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായവ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയെ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിൽ ഒക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Beloved, listen to this parable. This parable sums up the gospel of the Lord Jesus Christ. ഈ ഉപമ കർത്താവിൻ്റെ സുവിശേഷം നമ്മളെടുത്ത് അറിയിക്കുന്ന ഒരു ഉപമയാണ്. പല രീതിയിൽ നമ്മൾ ഈ ഉപമയെ കണ്ടിരിക്കാം, എന്നാൽ ഇന്ന് വേറൊരു രീതിയിൽ നമുക്കത് കാണാം. Let us look at this parable in a different angle. This parable sums up the gospel of the Lord Jesus Christ. To those who were confident of their own righteousness and looked down on everybody else, Jesus told this parable. തന്നെത്താൻ എന്തോ വലിയൊരാളാണെന്ന് തോന്നിയിട്ട് ബാക്കി എല്ലാവരും നമ്മളെക്കാൾ മോശമാണെന്ന് കരുതുന്നവരോടാണ് ഈ പാരബിൾ പറഞ്ഞിരിക്കുന്നത്. ഈ പാരബിളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് അതാണ്. The most important part of this parable is that first verse, where it says that to those who are confident of their own righteousness. So when you're confident about your own righteousness, you will look down on everyone else. ഞാൻ എന്തോ വലിയൊരാളാണ്, എൻ്റെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കമ്പാരിസനാണ്, വേറൊരാളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ളവരോടാണ് ഈ ഒരു കാഴ്ചപ്പാട് നമ്മളെല്ലാം ഉണ്ടായിരിക്കാം. ശ്രദ്ധിക്കുക, ഇതൊരു ഫാൻസിയുടെ കഥ മാത്രമല്ല, നമ്മളുടെ കഥയാണ്. These things can be in us also. It is not just a Pharisee story. It is your story. It is my story. Amen. Okay? 2 men went up to the temple to pray, one a Pharisee and the other a tax collector. The tax collector was looked down upon those times by everybody. They used to spit when the tax collector used to pass by.
അവർ ചുങ്കക്കാരൻ അതിലൂടെ പോകുമ്പോൾ ആൾക്കാർ തുപ്പുമായിരുന്നു. അത്രയ്ക്ക് ആൾക്കാർക്ക് വെറുപ്പായിരുന്നു ചുങ്കക്കാരെ. കാരണം ചുങ്കക്കാരായിരുന്നു അവരിൽ നിന്ന് പൈസ എടുത്ത് റോമൻ ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. The Pharisee stood up and prayed about himself. പരീശൻ എഴുന്നേറ്റ് അവനെ പറ്റി പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കുക, a Pharisee stood up and prayed about himself. It's all about himself. അവനെ പറ്റി തന്നെയാണ് പ്രാർത്ഥന, അല്ലാതെ ഇവിടെ ദൈവ പിക്ചറിലില്ല. He is praying about himself. God, and then he is addressing towards God. God, I thank you that I am not like other men. ഞാൻ ഈ മറ്റുള്ളവരെ പോലെ ആകാകിയാൽ ഞാൻ നിനക്ക് സ്തോത്രം. അല്ലാതെ നീ വലിയ ആളെന്നുള്ളതല്ല സ്തോത്രം. ഞാൻ മറ്റുള്ളവരെ പോലെ ആകാകിയാൽ നിനക്ക് സ്തോത്രം. I thank God because I'm not like these people. Like what? Robbers, evildoers, adulterers, or even like this tax collector. കള്ളന്മാരും പിടിച്ചുപറിക്കാരും വ്യഭിചാരികളും ഈ എന്തിനു വേണ്ട ഈ ചുങ്കക്കാരൻ. ഈസ് എ വേഴ്സ്റ്റ് ഓഫ് ദി ലോർഡ്. അതായത് ഇവരെക്കാളൊക്കെ താഴെയാണ് ചുങ്കക്കാരൻ. The tax collector was ranked lower than these people by the Jews. And then he says, he says what he does. He puts his righteousness before God. തന്നെത്താൻ അദ്ദേഹത്തിൻ്റെ righteousness, നീതി ദൈവത്തിന് മുമ്പിലേക്ക് എടുത്തിടുകയാണ്. എന്താണ്? I fast twice a week and give a tenth of all I get. Meticulous. He is meticulous in giving. ആഴ്ചയിൽ 2 തവണ ഉപവസിക്കും. എന്നാൽ കിട്ടുന്നതിൻ്റെ 10-1 എല്ലാവർക്കും ഞാൻ ദൈവത്തിന് കൊടുക്കും. Okay? And he's telling, I'm not like this tax collector. I thank you. I thank God because I'm not like this tax collector. But the tax collector stood at a distance. Look here. This person had the audacity to come before God and he's standing, and the tax collector stood at a distance. ഈ ചുങ്കക്കാരൻ അടുത്ത് പോലും നിൽക്കുന്നില്ല, ദൂരെ നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റുമോ എന്നുള്ളത് ഒരു വിചാരമില്ല. He doesn't feel that he can stand before God. The tax collector doesn't feel that he has the right to even look up to God, to stand before God. In fact, the next sentence say that, അടുത്ത വാചകം അത് പറയാണ്, he would not even look up to heaven. He would not even look up to heaven. ആകാശത്തിലേക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് കണ്ണുകളെ പോലും ഉയർത്താൻ സാധിക്കാത്തൊരവസ്ഥ. And beat his chest and said, God have mercy on me, a sinner. കർത്താവേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. This sums up the gospel. This is Christ Jesus. This is the good news. Hallelujah. God have mercy on me, a sinner. 5 ലൈൻ ഉള്ള ഒരു പാരബിളാണ്. 5 lines in this parable, but the parable conveys the meaning of a righteousness from God, not a righteousness which you can attain to reach God. ദൈവത്തിൽ നിന്നുള്ള നീതി, അവനവനിൽ നിന്നുള്ള നീതിയല്ല. ഇതാണ് this is the only difference between Christ and everything else. This is the only difference. ക്രിസ്തുവും ബാക്കി എല്ലാവരും തമ്മിൽ വ്യത്യാസം ഇത് മാത്രമാണ്. എല്ലാം നമ്മൾ ദൈവത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്, എന്നാൽ ഇത് ദൈവത്തിന്റെ നീതി നമ്മളിലേക്ക് വരുന്നത്. Everywhere else we are trying to reach God with our righteousness, but here the righteousness from God from first to last. Book of Romans says righteousness by faith from first to last. I tell you that this man rather than the other went home justified before God. For everyone who exalts himself will be humbled, and he who humbles himself will be exalted. തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം. നമ്മൾ ആരുടെ മുമ്പിൽ ഏറ്റവും താഴ്ത്തേണ്ടത്? ചുങ്കക്കാരൻ ആകാശത്തേക്ക് പോലും നോക്കാനുള്ള ഈ ധൈര്യം പോലും ഇല്ലായിരുന്നു. നെഞ്ചടിച്ച് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. The tax collector would not even look up to heaven. He beat his chest and said, Lord,
have mercy on me, a sinner. Amen. Why did Jesus say this parable? ഈ ഉപമ എന്തിനാ യേശു പറഞ്ഞത്? ഇന്ന് കേൾക്കുന്ന നമ്മൾ, those who are hearing this today, is there a Pharisee inside you? എന്നിലകത്തൊരു Pharisee ഉണ്ടോ? നിങ്ങളകത്തൊരു Pharisee, ഒരു പരീക്ഷനുണ്ടോ? Is there a Pharisee inside me? Now I was listening to one of my mentors some time back, and he said, no, what a new age Pharisee. നമുക്കെല്ലാം പുതിയ ന്യൂ ഏജ് സാധനങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. പുതിയ Pharisee എങ്ങനെയായിരിക്കും പറയുന്നത്? If we were a Pharisee, would we phrase it like this? നമ്മൾ എങ്ങനെയാണോ പറയാൻ പോകുന്നത്? അയ്യോ, ഞാൻ അവനെ പോലെ ദുഷ്ടനും എല്ലാം, ഞാൻ ഇത്രയും ഫാസ്റ്റ് ചെയ്യുന്നു, ഇത്രയും. ഈ പാരബിൾ നമ്മളെല്ലാം കണ്ടതല്ലേ? അപ്പോൾ ഇന്നത്തെ Pharisee എങ്ങനെയായിരിക്കും പറയുന്നത്? നമ്മളിലേക്ക് തന്നെ നോക്കാം. Let us look into ourselves. How would we rephrase this statement if at all we are saying this? Lord, I am a sinner, saved by grace, I am humbled. This fellow is not repenting. The tables have changed. ഞാനൊരു പാപിയാണ് ദൈവമേ, എന്നോട് ക്ഷമിച്ചു, ഞാൻ നിന്റെ അടുത്ത് വന്നു. എന്നാൽ ഇവരാരും ഇവരുടെ കുറ്റം ഇവർ തിരിച്ചറിയുന്നില്ല. Isn't the same thing? രണ്ടും ഒന്നല്ലേ? ഇന്ന് our righteousness is not like probably the Pharisees' righteousness, but we can have the same Pharisee spirit. പരീക്ഷന്റെ അതേ ആത്മാവ് നമ്മളിൽ ഉണ്ടാവാമെന്ന്. The moment we look down on somebody else, Christian or non-Christian, whatever it is, you are saved by His grace alone. നിന്റെ ദേഹത്തുള്ള നിനക്ക് കിട്ടിയ നീതി ദൈവത്തിൽ നിന്ന് മാത്രമാണ്. It is only from God, not your own righteousness. So the tax collector went justified because of his humility. Now let us turn to the book of John chapter 7. Book of John chapter 7. Till now we saw a parable by Jesus. Now let us see how Jesus demonstrated this to the people around. ഇതുവരെ നമ്മളൊരു ഉപമയാണ് കണ്ടത്. ഇനി ശരിയായ ജീവിതത്തിൽ കർത്താവിൻ്റെ അടുത്ത് വന്നൊരു സംഭവം, കർത്താവ് എങ്ങനെ ഇത് ഒന്നുകൂടെ വ്യക്തമാക്കി നമുക്ക് കാണാം. John chapter 7 verse 53. മലയാളത്തിൽ ആദ്യം വായിക്കാം. John chapter 7 verse 53. 8 onwards. യേശു ഒലിവുമലയിലേക്ക് പോയി. അധികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുഞ്ഞു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുഞ്ഞു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരുമായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചത്. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. Amen. Now listen to this story. A woman caught in adultery is brought before Jesus by the Pharisees and the teachers of the law. Now please don't read this as a story. Just put yourself in the shoe of this woman. The woman has committed a sin, but it is not the woman alone who committed a sin. There are a lot of people who committed sin along with her. Only the woman is caught. നമ്മൾ ഇതൊരു ചെറിയൊരു സംഭവമായിട്ട് മാത്രമല്ല കാണേണ്ടത്. നമ്മൾ ആ സ്ത്രീയില്ല, ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ അവരുടെ ഷൂസിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഇട്ട് നോക്കാം. എങ്ങനെയായിരിക്കും നമുക്കത് ഫീൽ ചെയ്യാം? Please understand, when you read this, you should try to be like you think that you are the person who caught in adultery. Okay, so the shame associated with this, she is dragged before
the public. Okay, she's dragged before the public. She's a woman. In those days, women were not, they were not free for anything. She's a woman. She was caught in adultery, the worst sin. She was dragged out by all the men there. I don't think so there were any women there. And he was dragged before Jesus, who was this teacher who was great. He was well known there as a righteous prophet. Okay? ഒരു സ്ത്രീയാണ് അവരെ വ്യഭിചാരത്തിൽ പിടിച്ചു. അവരെ ഈ ആണുങ്ങളെല്ലാവരും കൂടെ വലിയ വലിയ ആൾക്കാരെല്ലാം കൂടെ വലിച്ചഴച്ച് റോഡിന് നടുവ് കൊണ്ടുവന്നു. നമുക്കൊരു ചെറിയ തെറ്റ് ചെയ്തിട്ട് തന്നെ പിടിക്കപ്പെട്ടാലുള്ള ഒരു ഫീലിംഗ് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ആരെ, ഹൗ മെനി ഓഫ് യു ഹാവ് ലൈഡ് ഹിയർ? എനിബഡി ഹസ് ലൈഡ് ഹിയർ? ആരെയും കള്ളം പറഞ്ഞവരുണ്ടോ അവിടെ ചെറുപ്പം മുതൽ? പക്ഷെ ആരും കൈ പോകുന്നില്ല. നോബഡി ഈസ് ലിഫ്റ്റിംഗ്. കള്ളം പറയാത്ത ആൾക്കാരുണ്ടോ ഇവിടെ? വാ, കള്ളം പറഞ്ഞത് പറയാൻ പോലും നമുക്ക് മടി. That's a shame. I just wanted to say that. It is true. ഇല്ലേ, എനിക്കും കൈ പൊക്കാൻ മോശമാണ് കള്ളം പറഞ്ഞത്. I also feel bad if to lift my hands. No, that is a shame. If that is a shame which is associated with telling a simple lie, there is no simple before God. But for a lie, if it is so, how much more for a woman caught in adultery and dragged among the public? ഒരു കള്ളം പറയാൻ പോലും നമുക്ക്, കള്ളം പറഞ്ഞെന്ന് മറ്റുള്ളവർ അറിയുന്ന പോലും നമുക്ക് നാണക്കേടാണെങ്കിൽ, ഈ പറഞ്ഞ സ്ത്രീ ഇത്രയും മോശമായ അവസ്ഥയിൽ നാട്ടുകാരുടെ മുമ്പിൽ വലിച്ചിഴക്കപ്പെട്ടാൽ എന്തുമാത്രം നാണക്കേടാണ്, ഇല്ലേ? യെസ്. So she was brought, അവർക്ക് നോക്കാൻ പോലും പറ്റത്തില്ല. She is unable to look up. Here also, just like our tax collector. But this is the story, true story. This is not a parable. Okay, and then he said they made her stand before the group. They made her stand. അവർക്ക് നിൽക്കാൻ പോലും നാണക്കേടായിരിക്കും. ഒന്ന് ഓർത്ത് നോക്ക്, നമ്മൾ ഇവരുടെ എല്ലാം നടുക്ക് നിൽക്കുകയാണ് പിടിച്ചിട്ട്. ഇറ്റ് ഇസ് നോട്ട് ഓൺലി ഷെയിം, നമുക്ക് നാണക്കേട് മാത്രമല്ല, യു ആർ ഷുവർ യു വിൽ ബി killed because the law says that you should be stoned. Okay, so the lady knows she is going to be killed. അവളെ മരിക്കാൻ പോകുന്ന അവൾക്കറിയാം. എന്ന് മാത്രമല്ല, അങ്ങേയറ്റത്തെ നാണക്കേട്. ഇതുപോലൊരു നാണക്കേട് വരാനുണ്ടോ? ഇല്ല. Okay, and then she is standing there, unable to look. She is looking down. Teacher, this woman was caught in the act of adultery. When you are caught in the act of adultery, ഒരാളാണോ പിടിക്കപ്പെട്ടത്, അത് രണ്ടുപേരാണോ? Where is the other person? So do you understand? So that's how women were treated. അപ്പം ഇതിനകത്ത് രണ്ടാളെ പിടിക്കപ്പെട്ടു, ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, ഒരാളെയാണ് കൊല്ലം കൊണ്ടുവന്നിരിക്കുന്നത്. So this woman was caught in the act of adultery. In the law, Moses commanded us to stone such women. Does the law say to stone such women? It's not women alone. Those are caught in adultery, but they made it stone such women. Now what do you say? What do you say? നീ എന്താ പറയുന്നത്? ഇവരെന്താ ചെയ്യേണ്ടത്? They were using this question as a trap in order to have a basis for accusing. അപ്പം ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ലോയ്ക്കെതിരെയാണെന്ന് പറഞ്ഞു ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ടു ട്രാപ്പ് ഹിം സോ ദാറ്റ് if he says against it, they can accuse him of going against the law. But Jesus bent down and started to write on the ground with his finger. കർത്താവ് താഴെ കുനിഞ്ഞിരുന്ന് തൻ്റെ വിരൽ കൊണ്ട് എന്തോ എഴുതാൻ തുടങ്ങി. These are one of the few places where the finger of God is active. Okay, നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റിൽ കാണുന്ന finger of God on the wall and the finger of God writing the tablets, the 10 commandments, and here the Lord is writing something on the ground. There are a lot of stories about what he was writing. We don't know. Those are all interesting things. I'm not going into that. എന്താണ് കർത്താവ് എഴുതിയെന്ന് നമുക്ക് അറിയത്തില്ല. ചിലർ പറയുന്നു ആരുടെയൊക്കെ പേര് എഴുതിക്കൊണ്ടിരുന്നത്, അവിടെ ചുറ്റുമുള്ള പേര് എഴുതിക്കൊണ്ടിരുന്നത് ആൾക്കാർ പറയുന്നു. Okay, so what happened? They were using this question. Then Jesus bent down and wrote on his finger. When they kept on questioning him, he straightened up and said to them. ഒരുപാട് ചോദിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അവരോട് പറഞ്ഞു, if any one of you is without sin, let him be the first to throw a stone at her. ഇതിൽ ആരെങ്കിലും പാപം ചെയ്യാത്ത ഒരാളുണ്ടെങ്കിൽ ആദ്യത്തെ കല്ല് അവൻ എറിയട്ടെ. Again he stooped down and wrote on the ground. പിന്നെ അത് പറഞ്ഞിട്ട് നേരെ എഴുതാൻ പോയി. At this time those who heard began to go away one at a time, the older ones first, until only Jesus was left with the woman.
What has happened is they started, they knew that, they were the ones, probably they also would have gone. The older ones, because they were experienced in sin, they went first, and then the younger ones left. Okay. Now you see what is happening. Okay, Jesus straightened up and asked the woman, where are they? Has no one condemned you? അവരൊക്കെ എവിടെ പോയി? നിന്നെ കല്ലെറിയാൻ വന്നവരൊക്കെ എവിടെ പോയി? Where are they? You know what God did, no? When this woman, like the Pharisee, when this woman was so ashamed of herself, when she couldn't even raise her head up, Jesus told her, where are your accusers? He brought all the people, all her accusers, to her level. Then she doesn't have that shame of not being like the other people. The only person she has to compare to is standing before her. The only person who can stone her is standing before her. ഒരാൾ മാത്രമേ കല്ലെറിയാൻ അവകാശമുള്ളതുള്ളൂ. ആരാ? പാപമില്ലാത്ത യേശു. അപ്പോൾ യേശുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും പോയി. Has no one condemned you? No one, sir. When she lifted her up to the level of the other people, or rather put the other people down to the same level, he said, വേറെ ആരും നിന്നെ കണ്ടം ചെയ്തില്ലേ? ആരും നിന്നെ കുറ്റം വിധിക്കണ്ടേ? ഇല്ല കർത്താവേ. Then he said, neither do I condemn you. Again the gospel is coming. Neither do I condemn you. നേരത്തെ we were hearing about the righteousness that comes from God. Here also it said, neither do I condemn you. Everyone is with sin. You are also with sin. I don't condemn you. Go in peace and sin no more. ഇനി പോവാ, പാപം ചെയ്യാതിരിക്കുക. He knew the redemption was coming on the cross very soon. He knew the cross was coming. This was before that. Okay, and we know the story about the woman caught in adultery. How, was she married? She was she Mary? I don't know. The woman caught in adultery, Mary Magdalene. Alle. Okay, so we know what has happened. How she became the first person to see Jesus rise from the dead. Now, this beautiful story about Jesus, about the righteousness, our righteousness being filthy rags. നമ്മുടെ നീതി എന്ന് പറയുന്നത് filthy rags എന്ന് പറഞ്ഞാൽ കറപുരണ്ട തുണി പോലെ, filthy rags. And the righteousness which comes from God, that is a righteousness. And I just want you to take you to see Philippians chapter 2:1. Now we are going to see Christ in this. Now, what he did to the woman caught in adultery was he brought the other people down to that level, and the shame was removed when God gave His righteousness to her. I don't condemn you. Go and sin no more. But now you're going to see something which is beyond our comprehension. നമ്മൾ മനസ്സിലാകുന്നതിനും വളരെ മുകളിലേക്കുള്ള ഒരു സംഭവമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. Philippians chapter 2. If you have any encouragement from being united with Christ, if any comfort from His love, if any fellowship with the Spirit, if any tenderness and compassion, then make my joy complete by being like-minded, having the same love, being one in spirit and purpose. Do nothing out of selfish ambition or vain conceit, but in humility consider others better than yourselves. Can we read in Malayalam 1 to 3 first? ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളും. ഓരോരുത്തരും മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ. Consider others better than yourself. So this is
the Lord is calling us to imitate His humility. Your attitude should be the same as that of Christ Jesus. Now, the parable of the tax collector and the Pharisee, and the story of the woman caught in adultery. We have read two things about how the tax collector was, how the woman caught in adultery was elevated and given the righteousness of God. Now, our attitude should be like Christ Jesus. What is the attitude of Christ Jesus? What is the attitude of Christ Jesus? കർത്താവിന്റെ attitude എന്താണ്? Lot of people ask this question. Please find a verse in the Bible where Jesus says, "I am God and please worship me." Very commonly asked. I am God, please worship me. Lot of people give lot of answers, but the answer to that question is in these three verses. Shall we read verse 6? Who, Christ Jesus, who being in very nature God, did not consider equality with God something to be grasped, but made himself nothing, taking the very nature of a servant, being made in human likeness, and being found in the appearance as a man, he humbled himself and became obedient to death, even death on a cross. മലയാളം ഒന്ന് വായിക്കാം, എന്നിട്ട് അത് അവൻ കേൾക്കാം. ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് മതി. Now please listen to this. The woman caught in adultery was dragged in the street. We were here among this group also. We had difficulty in raising hands because to say that we have lied, because we had a shame. No, that's natural. The woman caught in adultery had such a big shame. Now see what has happened to Christ. കർത്താവിന് എന്താ സംഭവിച്ചെന്ന് നോക്ക്. Who being in very nature God, ദൈവം തന്നെ ആയിരുന്നിട്ടും, did not consider equality with God something to be grasped. ഞാൻ ദൈവം എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഇങ്ങനെ ഭരിക്കാനല്ലല്ലോ വന്നത്. That is not his nature. He did not grasp it. He did not want to say, I am God, please worship me. He didn't come like that. Then എന്താ ചെയ്തത്? He made himself nothing. തന്നെ മലയാളത്തിൽ ഒഴിച്ചെന്നാണ് പറയുന്നത്. He made himself nothing. Okay? Nothing. എങ്ങനെ? How did he make himself nothing? By taking the very nature of a servant. ഒരു servant ജോലി വേലക്കാരൻ. ഒരു ദാസൻ, വെരി നേച്ചർ ഓഫ് സർവൻ, ദാസന്റെ രൂപം എടുത്തിട്ട് ബീങ് മെയ്ഡ് ഇൻ ഹ്യൂമൻ ലൈക്ക്നെസ്. ഒരു ഹ്യൂമൻ ലൈക്ക്നെസ്സിൽ when you are made in human likeness, God is emptying himself of everything. So he made himself like a human. Did he stop there? Being a human was enough to put himself to shame, അല്ലേ? ഒരു മനുഷ്യന് ദാസരൂപത്തിൽ വന്നാൽ തന്നെ, ദൈവത്തിൻ്റെ എല്ലാം ഒഴിഞ്ഞു വെച്ചിട്ട് വന്നാൽ തന്നെ ഇത്രയും താഴാനുണ്ടോ? ഒരു പടി കൂടെ, അടുത്ത പടി. What is the next step? He humbled himself and became obedient to death. മരണത്തെ കൈവരിച്ചു. ദൈവം മരിക്കാൻ കേട്ടിട്ടുണ്ടോ? അപ്പം he embraced death. He gave up his spirit. He died. Is that enough? That's not enough. Even death on a cross. കുരിശു മരണം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും, if you can, please go and read about the Roman crucifixion. Roman crucifixion, please read about. റോമാക്കാരുടെ കുരിശു മരണം എന്തിനായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് കഴിവെങ്കിൽ ഇന്റർനെറ്റിൽ പോയി വായിക്കുക. റോമൻ ക്രൂസിഫിക്ഷൻ വാസ് നോട്ട് ടു കിൽ സംബഡി. ആരെങ്കിലും കൊല്ലാൻ വേണ്ടിയിട്ടല്ല റോമാക്കാര് ക്രൂശിച്ചിരുന്നത്. എന്തിനാണെന്ന് അറിയാമോ? ഒരാളെ എന്തിനാണ്? അപമാനിക്കാൻ വേണ്ടി. ടു ഇൻസൾട്ട് them and to make them an example for others. Okay? To insult them. ഒരാളെ അപമാനിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് കാണിച്ച് അവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ്. മരണത്തിൽ പോലും നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ക്രൂശിക്കുന്നത്. The torture is so much. The torture, ഉപദ്രവം അത്രയും. കാരണം ഒരുപാട്
ഇത് മുള്ളുകളും ഇതുമുള്ള നമ്മൾ സാധാരണ ചാട്ടവാറല്ല. ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ബാക്കിലത്തെ തോലും ഫ്ലഷ് എല്ലാം കൂടെ ഊരി വരും. All the Bible says in the book of Isaiah that his back was plowed. കാള കലപ്പ കൊണ്ട് പോകുന്ന പോലെ. Okay, so the torture, the blood loss, humiliation, നാണക്കേട്, മുഖത്ത് തുപ്പുക, വസ്ത്രമില്ലാതെ നിർത്തുക. ഒന്ന് ഓർത്ത് നോക്കിയേ, how do you feel if you stand naked here before this congregation and the creator of the universe is coming down, emptied himself and crucified, naked, tortured before his creation. ഒന്നുമില്ലാതെ empty ചെയ്ത് കുരിശുമരണം, ടോർച്ചർ, ഉപദ്രവവും, ഇത്രയും ഉപദ്രവം, അതിൻ്റെ കൂടെ വസ്ത്രങ്ങളില്ലാതെ കയ്യിൽ ക്രൂശി തറച്ച് ബാക്കിയുള്ളവരുടെ മുമ്പിൽ എക്സാമ്പിളായിട്ട് കർത്താവിനെ displayed. He was displayed. Now, doesn't he have the right to talk about the parable of the tax collector? Doesn't he have the right to pardon the woman caught in adultery? When you read about the tax collector and the woman caught in adultery, please read along with this Philippians chapter 2. Then you will understand. ഈ പരീക്ഷന്റെ കഥയും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ കഥയും വായിക്കുമ്പോൾ ഫിലിപ്പീൻസ് രണ്ടും കൂടെ വെച്ച് വായിക്കണം. കർത്താവ് എങ്ങനെയാണ് ഇത് പോയത്? So let this mind who was in Christ Jesus be in you, who being in the very nature God did not consider equality with God something to be grasped, but made himself nothing, taking the very nature of a servant, being made in human likeness, and being found in the appearance as a man, he humbled himself and became obedient to death, even death on a cross. Therefore, God exalted him to the highest place and gave him a name that is above every name, that at the name of Jesus every knee should bow in heaven and on earth and under the earth, and every tongue confess that Jesus Christ is Lord, to the glory of God the Father. Can you read that in Malayalam? Again the gospel. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. Amen. So let me sum up what I have said till now, and may the Holy Spirit guide us into all this truth. When we read these chapters, when we read this parable, when we read this story, when we read about Christ, please look into ourselves and see whether we have a Pharisee spirit, whether we have a Pharisee spirit who will accuse the tax collector, whether we are the new age Pharisee, or whether we will drag people down to the front and we will not remove the log from our eye to see clearly the speck of dust in our brother's eye. നമ്മൾ ആൾക്കാരെ വലിച്ച് ഇന്ന് നടുറോടി കൊണ്ടിടത്തില്ലായിരിക്കും. We will pull people down and then we will without taking the log out of നമ്മുടെ കണ്ണിലെ കോലെടുക്കാതെ മറ്റുള്ളവരുടെ കണ്ണിലെ സ്പെക്ക് നോക്കുന്ന നമ്മുടെ സ്വഭാവം, നമ്മൾക്ക് ആ സ്വഭാവമുണ്ട്. ഇതെല്ലാം when we stand before the magnificence of Jesus Christ, when we know that with all these things, he being God emptied himself, become like a servant and was tortured and humbled and he died to the point of death, even death on a cross. We are followers of the Lord Jesus Christ. We follow the Lord Jesus who has given us such a beautiful example, and he not only gave us an example but gave us the right to become children of God and the power of the Holy Spirit to do it. Okay, കർത്താവ് നമ്മളെ വീണ്ടെടുക്കുക മാത്രമല്ല, വീണ്ടെടുത്ത് നമുക്ക് കർത്താവിൻ്റെ മനസ്സും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തന്നതോടുകൂടി പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. The Holy Spirit lives in us to enable us to live like Christ and to have the mind of
So let this mind be in you. Let the mind of Christ be in you. കർത്താവിൻ്റെ മനസ്സ് നമ്മളിലേക്ക് വരാൻ വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്. The Holy Spirit is inside us, but we have to allow the Holy Spirit. We can't grieve the Holy Spirit. Our little effort is in not doing anything and just allowing the Holy Spirit, and by listening to His word and being transformed by the renewal of our mind. നമ്മുടെ മനസ്സിൻ്റെ മാറ്റം കൊണ്ട് നമ്മളുടെ സ്വഭാവം, നമ്മളുടെ എല്ലാ കാര്യവും മാറ്റപ്പെടും. May God bless you and may God give you more insight into this, and as we walk this week, may the Lord bless you.